ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീരാമൻ തൻ്റെ വനയാത്രയ്ക്കിടയിൽ നിഷാദ രാജാവായ ഗുഹനെ കണ്ടുമുട്ടുന്ന രംഗമാണ് അടുത്ത് അവതരിപ്പിക്കുന്നത്. ഗുഹനും ശ്രീരാമനും തമ്മിലുള്ള അഗാധമായ സാഹോദര്യത്തിൻ്റെ നേരടയാളമാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. രാമാഗമന മഹോത്സവം എത്രയുമാമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തദാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സൊടു ഭക്ത്യൈവ സത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡനമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ. സൗഖ്യമതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതദ്ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശുനി. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘൂത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമശിച്ച് വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാ. പ്രസാദമൂർധ്നി പര്യങ്കേ യഥാ പുരാവാസവും ചെയ്ത് ഉറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ.
ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ ഭുവിദാരുമൂലേ കിടന്ന് അർണോജനേത്രനുറങ്ങുമാറായത്. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയൊടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യംഗസീംനി വനാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരചിത്തമാസ്ഥായ കൈകേയിതാൻ ഹന്തമഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിദ്ധമാകന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസ്സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിൻ ആരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിധി. വൃഥാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതി നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജനഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജകർമ്മവശഗതം ഒക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യദ്യദാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാംക്ഷിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജം ഏവർക്കുമേ നികാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ട് ജലപങ്കമെന്ന പോലെ സഖേ.
ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം. ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്ന് അപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന് ആശുവണങ്ങിനാൻ. സ്വാമിന്നിയം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണ ജനകാത്മജയ സമം. തോണി തുഴയുന്നതു അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്ത് സൗമിത്രയുമായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാപാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ച് നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിലേണാംഗബിംബാനന ജഗതീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ട് മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളി ചെയ്ത് ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്ത് ഭക്തന് പോകന്നയച്ചു രഘുത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ച് മരുവീനാൻ. പ്രിയപ്പെട്ടവരെ, ഗുഹനും ശ്രീരാമനും തമ്മിലുള്ള ആന്തരിക ഐക്യത്തിൻ്റെ, മാനസിക ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ
പങ്കുവയ്ക്കലിൻ്റെ ഒരു വലിയ ദൃശ്യമാണ് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഗുഹൻ വനവാസിയാണ്, നിഷാദ രാജാവാണ്, കാട്ടാളന്മാരുടെ രാജാവാണ്. ശ്രീരാമനാകട്ടെ ആര്യകുലോത്തുംഗനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാജാവിൻ്റെ മകനായ ചക്രവർത്തിയുടെ മകനായ ഒരാളാണ്. അത്തരം ഒരു തരതമ ഭേദവും അവർക്ക് തങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. കാലം അന്നത്തെ കാലമാണെന്നും കൂടെ ഓർക്കണം. ശ്രീരാമൻ ഗുഹനെ ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗുഹൻ പറയുന്നു, അങ്ങ് ഇവിടെ വന്നത് എൻ്റെ പുണ്യം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ സൗഹൃദത്തിന് അങ്ങനെ അകൽച്ചകളില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രാമൻ. ശ്രീരാമനും സീതയും ഉറങ്ങിക്കിടക്കുമ്പോൾ ഗുഹനും ലക്ഷ്മണനും തമ്മിലുള്ളൊരു സംവാദമുണ്ട്. സത്യത്തിൽ ആ രംഗത്തിൽ ഗുഹൻ എന്തുമാത്രം ആധ്യാത്മിക പണ്ഡിതനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഗുഹൻ ലക്ഷ്മണനോട് സംസാരിക്കുന്നത് മുഴുവൻ വേദാന്ത സൗകുമാര്യതയുള്ള കാര്യങ്ങളാണ്. ഒരു കാട്ടാളനായ ഒരാളിന് സംഭവിക്കാവുന്ന യാതൊരു അജ്ഞതയും ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. ഗുഹൻ വളരെ പരിണതപ്രജ്ഞനായൊരു പണ്ഡിതൻ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊക്കെ അദ്ദേഹം പഠിച്ചിരിക്കുന്നു, അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു, എവിടെ നിന്നോ സ്വാംശീകരിച്ചിരിക്കുന്നു. പ്രകൃതിയെ പഠിക്കലാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. പ്രകൃതിയെ പഠിച്ച വിദ്യാഭ്യാസമുള്ള ആളാണ് ഗുഹൻ. ഒരു പക്ഷേ ലക്ഷ്മണൻ അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശപ്പിനെയും ദാഹത്തിനെയും കുറിച്ച്, പ്രകൃതിയുടെ ചലനങ്ങളെക്കുറിച്ച്, പ്രകൃതിയുടെ സർവ്വവിസ്ഫോടനങ്ങളെക്കുറിച്ച്, സർവശാന്തതയെക്കുറിച്ച് എല്ലാം അറിയാം. പ്രകൃതിയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിലെ അവസ്ഥയെക്കുറിച്ചും ഏറ്റവും ശാന്തമായ അവസ്ഥയെക്കുറിച്ചും അറിയാം. ഈ വിഷ്ണു സഹസ്രനാമത്തിൽ 2 മന്ത്രമുണ്ടല്ലോ, ശബ്ദാർദ്ധ, ശബ്ദസഹ എന്നൊരു മന്ത്രമുണ്ട്. ശബ്ദത്തിനെ എത്ര വേഗതയിൽ വേണമെങ്കിലും പറഞ്ഞയക്കാനും അതേ ശബ്ദത്തിന് അതിനേക്കാൾ വേഗതയിൽ തിരിച്ചു പിടിച്ച് സംഗ്രഹിക്കാനുമുള്ള സിദ്ധി എന്ന് പറയും. ഇത് രണ്ടുമുള്ള ആളാണ് ഗുഹൻ. ഗുഹന് ഈ എല്ലാ തരം ഗുണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തെളിഞ്ഞ ഹൃദയമുള്ള, ഉന്നതമായ ചിന്തയുള്ള, വിശാലമായ ഹൃദയമുള്ള ഒരു ആളിന് മാത്രമേ ശ്രീരാമനെ ഇത്ര കണ്ട് ഹൃദയം കൊണ്ട് തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ ഭാഗം ശ്രദ്ധിക്കപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാധാരണ വനത്തിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ച് അത്തരമൊരു മതിപ്പിലായിരുന്നില്ല അന്ന് രാജപ്രമുഖന്മാരുടെ കുടുംബത്തിലുള്ളവർ സംസാരിച്ചിരുന്നത്. ഏകലവ്യൻ്റെയൊക്കെ കഥ നമുക്കറിയാം. ഏകലവ്യനോട് അർജുനനുള്ള സമീപനം അങ്ങനെ ആയിരുന്നില്ലല്ലോ, ദ്രോണർക്കുള്ള സമീപനം അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നാൽ ശ്രീരാമന് ഗുഹനോടുള്ള സമീപനം അഗാധമായ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഭാവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ, നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ അവരുടെ മതമോ അവരുടെ നിറമോ സാമ്പത്തികമായ ശേഷിയോ അവരുടെ എന്തെങ്കിലും പ്രത്യേകതകളോ ശാരീരികമായ മറ്റെന്തെങ്കിലും ഗുണങ്ങളോ ഒന്നും കണക്കാക്കിക്കൊണ്ടല്ല, മാനസികമായ സംശുദ്ധി തിരിച്ചറിഞ്ഞിട്ട് വേണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ എന്നുള്ളൊരു പാഠം കൂടി എഴുത്തച്ഛൻ ഈ ഭാഗത്തിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ ഗുഹൻ തോണി കൊണ്ടുവന്നിട്ട് പറയും, തോണി തുഴയുന്നതും അടിയൻ തന്നെ, ഞാനാണ് തോണി തുഴയുന്നത്. അങ്ങയെയും കൊണ്ട് ത്രൈലോക്യനാഥനായ വിഷ്ണു അല്ലേ, നമ്മളെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുമല്ലോ, വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃത് ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാംഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷരയേവച യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവപുരുഷോത്തമ എന്ന് ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാവരും ജപിച്ച് അനുദിനം ആത്മബലം വരുത്തി കഴിഞ്ഞ ത്രൈലോക്യനാഥനായ നാരായണസ്വാമിയെയും മായാദേവതയായ സീതാദേവി, മഹാലക്ഷ്മി തന്നെയായ സീതാദേവിയെയും ഭുജംഗേശനായ ലക്ഷ്മണനെയും കൊണ്ടാണ് ഞാൻ വരുന്നത് എന്നെനിക്കറിയാം. ആരൊക്കെയാണ് എൻ്റെ തോണിയിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ അറിവിലൂടെയാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ശിവനെ വിളിക്കുന്നുണ്ടല്ലോ, പുതുമാങ്കനി പുത്തമൃത് മധുവേ മധുരക്കനിയെ രസമേ
എന്ന് വിളിച്ചിട്ട് ഗുരു തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. വിധി മാധവരാതി തിരഞ്ഞിടുമെൻ പതിയെ പദപങ്കജമേ ഗതിയെ എന്നാണ്. ബ്രഹ്മാവും വിഷ്ണുവും അന്വേഷിച്ചിട്ട് കിട്ടാത്ത ആ മൂർത്തിയെയാണ് ഞാൻ ഇങ്ങനെ കളിയാക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് ഗുരു പറയുന്നത് പോലെ ആരൊക്കെയാണ് എൻ്റെ സുഹൃത്ത് ഭാവേന എൻ്റെ തോണിയിലിരിക്കുന്നതെന്ന് എനിക്കറിയാം. അത് ത്രൈലോക്യനാഥനായ മഹാവിഷ്ണുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയുടെ തന്നെ അവതാരമായ സീതാദേവിയും ലക്ഷ്മണനുമാണ്. രാമനും സീതയും ലക്ഷ്മണനും എൻ്റെ തോണിയിലിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മാഭിമാനവും ആത്മീയ ഔന്നത്യവും എന്താണ് എന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഗുഹൻ ഉള്ളിൽ കരുതിക്കൊണ്ടാണ് തോണി കരയ്ക്കടുപ്പിക്കുന്നത്. അപ്പോൾ ഗംഗാദേവിക്ക് ബലിയും പൂജകളും നൽകാമെന്ന് സീത പ്രാർത്ഥിക്കുന്ന ഒരു രംഗവും കൂടെയുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ദൃശ്യമായതിനെ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മിന്നലിനെ, അതല്ലെങ്കിൽ സൂര്യനെ, ഈ കടലിനെ, കാറ്റിനെ ഒക്കെ. അതുകൊണ്ടാണ് വായുദേവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. നല്ലൊരു കാറ്റടിച്ച് നമ്മൾ തെറിച്ചു പോകും. അതുകൊണ്ട് വായുവിൻ്റെ ഒരു സഹായം നമുക്ക് ജീവിക്കാൻ വേണം, ജലത്തിൻ്റെ സഹായം വേണം, സൂര്യൻ്റെ സഹായം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെല്ലാം നമ്മൾ ഈശ്വരീയ ഭാവം കൊടുത്തത്, ഭയം കലർന്ന ബഹുമാനം ഉണ്ടാകാൻ വേണ്ടി. അത്തരത്തിൽ ആർദ്രമായ ആദരവ് ശ്രീരാമനോട് ഗുഹൻ പ്രകടിപ്പിക്കുകയും അവസാനം ഗുഹനെ ശ്രീരാമൻ ആലിംഗനം ചെയ്ത് യാത്രയാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് അവസാനിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ശ്രീരാമൻ്റെ ഗുഹനോടുണ്ടായിരുന്ന സമീപനം വേണം നമ്മുടെ മുമ്പിൽ വരുന്ന സാധാരണക്കാരോട് നമുക്കുണ്ടാകാൻ. നമ്മളൊക്കെ സാധാരണക്കാരായിരിക്കാം, നമ്മളെക്കാൾ സാധാരണക്കാരായ ആളുകൾ സമൂഹത്തിലുണ്ട്. അവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ശ്രീരാമൻ ഗുഹനോട് എങ്ങനെയാണോ പെരുമാറിയത് അതേ വാത്സല്യത്തോടുകൂടി, അതേ സ്നേഹത്തോടുകൂടി, അതേ മമതയോടുകൂടി നമുക്ക് പെരുമാറാൻ കഴിയണം എന്നുള്ളൊരു ദർശനം കൂടിയാണ് രാമായണത്തിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ എഴുത്തച്ഛൻ നമുക്ക് സംഭാവന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ.